നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേജർ രവി, നമുക്ക് എല്ലാവർക്കും അറിയാം, കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തപ്പോഴും മേജർ രവിക്ക് നല്ല ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും മേജറെ ഇഷ്ടമായിരുന്നു. പിന്നീട് മേജറുടെ ഗ്രാഫ് അങ്ങ് താഴ്ന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വായിലെ നാക്ക് തന്നെയാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോൾ കൊള്ളാം, അടിപൊളി സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ നിലപാടങ്ങ് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് പൃഥ്വിരാജിനെതിരെ ഒരക്രമം തന്നെയായിരുന്നു. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടെയാണ്, ലാലേട്ടൻ ഇതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിന്റെ അമ്മ, മേജർ രവിക്കെതിരെ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മേജർ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും മനസ്സിലാകാൻ ആകുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ അജണ്ട വേറെ തന്നെയാണ്. അതായത് ഒരു മനുഷ്യന്മാർ, കേരളത്തിലെ സിനിമാക്കാർ ചിന്തിക്കുന്ന തരത്തിലല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം മറ്റു പലതുമാണ് ചിന്തിക്കുന്നത്. മോഹൻലാലുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാലിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഖം കൊടുക്കാറില്ല മോഹൻലാൽ. കാരണം എന്താ? ഈ എമ്പുരാന്റെ ഈ പ്രശ്നം തന്നെ. അപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിനെ വെച്ച് ഞാൻ കുറെ സിനിമയെടുത്തു, അത് മാത്രവുമല്ല മോഹൻലാലിന് കേണൽ പട്ടം വരെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ് എന്നുള്ള തരത്തിലൊക്കെ ഇദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം ശരിയായിരിക്കാം. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പിന്നീട് ഈ മേജറെ അടുപ്പിച്ചിട്ടില്ല. മേജറെ ഒരു സ്ഥലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയും മേജറെ വിളിക്കാറില്ല. എന്നാലും നമ്മുടെ മേജർ രവിയേട്ടൻ അങ്ങോട്ട് കയറി ചെല്ലും. അങ്ങോട്ട് കയറി ചെന്നിട്ട് എങ്ങനെയാ ഇറക്കി വിടുക എന്നുള്ള തരത്തിലായിരുന്നു. പിന്നീട് മോഹൻലാലിനെ വെച്ചിട്ട് ഞാനൊരു പുതിയ സിനിമ ചെയ്യുകയാണ് എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് നടത്തി. ആ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചു. പക്ഷെ മോഹൻലാൽ പറഞ്ഞു, പോയിട്ട് പണി നോക്കടേ, നിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാനോ. മല്ലിക സുകുമാരൻ ചിലപ്പോൾ മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടാകാം, ലാലെ ഒന്ന് ഇവന്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. കാരണം എന്താ? ഇയാളുടെ നിലപാട് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് മടുത്തു, ഇനി ഞാൻ സിനിമ എടുക്കുന്നില്ല, സിനിമ അതായത് നിർമ്മാതാക്കളുടെ പുച്ഛഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും 2-3 ദിവസമായിട്ട് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മല്ലിക ചേച്ചിയെ ചിലപ്പോഴേ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ എന്നെ അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ. കാരണം എന്താ? തെറ്റുകളൊക്കെ ഏകദേശം മനസ്സിലായിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ബലിയാടായത് എന്നൊക്കെ മനസ്സിലായി. നല്ല രീതിയിൽ പോയിരുന്നുവെങ്കിൽ മേജർ രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ, മറ്റു പല നിലപാടുകൾ. എന്നാൽ ഇദ്ദേഹം വേറൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ഒരു പഠിച്ച ഒരു നല്ല മനുഷ്യനാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് കേരളത്തിൽ എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ കോടിയേരിയുമായിട്ടൊക്കെ വലിയ സൗഹൃദത്തിലാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഇദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിൽ ഒരു ചാൻസ് ഒക്കെ കൊടുക്കും. അതെന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ ഒരു ബന്ധം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അതായത് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഒരു ഇത് തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ വാക്കിൽ എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മേജർ രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇനിയൊരു സിനിമ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അയാൾ ഒരു സിനിമ എടുത്താൽ തന്നെ തിയേറ്ററിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇനി മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല, സാക്ഷാൽ അമിതാഭ് ബച്ചൻ വന്ന് അഭിനയിച്ചാൽ കൂടി ഒരാൾ പോയിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? ഈ മേജർ രവി എന്ന് പറയുന്ന സംവിധായകനെ ജനങ്ങൾ അത്രത്തോളം വെറുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ഇൻ്റർവ്യൂ വരുമ്പോഴേ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊക്കെ കേട്ടിരുന്ന കാലമുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ഇദ്ദേഹം ബോംബെയിലേക്ക് നാടുവിട്ടതും അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മേജറായ കഥയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ചിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, ചില പറച്ചലുകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയാം, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നയിക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ അകത്ത് നമ്മുടെ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, അയാൾ ഒരു പുളുവിടുന്ന്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മത്സരം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളുവിടുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭിനയിക്കുക,
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കോമാളിത്തരമായാലും എന്തെങ്കിലും അതവിടെ പ്രസന്റ് ചെയ്യുക എന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു, ആ കഥ എന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടി വളച്ചൊടിച്ച് ഒരു ദിവസത്തെ TV ചാനലിലുള്ള ഒരു ചർച്ചയ്ക്ക് വരെ വഴി തെളിച്ചു വെച്ചത് ഈ മേജർ രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ തന്നെയാണ്. അദ്ദേഹത്തിന് മോഹൻലാലിനെ വിളിച്ചു ചോദിച്ചൂടെ, അല്ല മോഹൻലാലെ, നീ ഒരു കേണലല്ലേ, ഇത് ടെലികാസ്റ്റ് ചെയ്യണ്ടെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചൂടെ? അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞ റീച്ചാണ്. അപ്പൊ അനിയം മിഥുൻ എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതിയുടെ വീട്ടുകാര് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അനിയം മിഥുനെ ഞാൻ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രഹസനം നമ്മൾ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിനെയും കൊണ്ട് ഇദ്ദേഹം വയനാട് പോയി, അവിടെ പോയിട്ട് സെൽഫി എടുത്തു. അതായത് അവിടെ ദുരന്തം നടന്ന് നിൽക്കുമ്പോഴും മോഹൻലാലിനെ അവിടെ കൊണ്ടുപോകേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? മോഹൻലാൽ അവിടെ പോയത് തന്നെ തെറ്റാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അതുമാത്രവുമല്ല, ആ ഒരു തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ നിർത്തിവെച്ചിട്ട് എല്ലാവരും മോഹൻലാലിനെ കാണാൻ വേണ്ടി വന്ന് നിന്നതോ, പിന്നീട് ഇദ്ദേഹത്തിന്റെ വളരെ ഭയങ്കരമായിട്ടുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതോടുകൂടി മേജർ രവി എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ അധോഗതിയായി എന്നേ ഞാൻ പറയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മേജർക്ക് പിന്നീട് ട്രോളുകൾ മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ ചാനലിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം വേറെ ഒന്നും അല്ല, മോഹൻലാൽ ആട്ടിവിട്ടു. അതായത് ഞാനൊരു സിനിമ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴേ അതിൽ നിർമ്മാതാവും ഇല്ല, അതുപോലെ മോഹൻലാലും അഭിനയിക്കുന്നില്ല. ഇപ്പോഴും പറയുകയാണ് ഞാൻ സിനിമ നിർത്തുകയാണ്, ഇനി എൻ്റെ സിനിമ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ വേണമെന്നേ ഞാൻ പറയുള്ളൂ. ആദ്യം നമ്മൾ നാക്കാണ് നന്നാക്കേണ്ടത്. അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ മാത്രമല്ല, ഒരുപാട് പേര് കാണുന്ന ഒരു ഇതാണ് ഈ ഒരു സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ സിനിമ എടുക്കുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതിയും കൊണ്ട് അതോടുകൂടിയിട്ട് നമ്മുടെ മേജർ രവിയുടെ അടപ്പ് തള്ളിയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? ആന്റണി പെരുമ്പാവൂരാണ്. ആ സിനിമയ്ക്കെതിരെയാണ് ഇദ്ദേഹം വലിയ വായിൽ വർത്താനം പറയുന്നത്. ഈ ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമ ആരുടേതാണ്? മോഹൻലാലിൻ്റെതാണ്. ആ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെതും കൂടിയാണ്. പിന്നെ മോഹൻലാൽ പോയിട്ട് സിനിമ ചെയ്തു കഴിഞ്ഞാൽ മോഹൻലാലിനെ നമ്മൾ എന്താ വിളിക്കുക? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു വക ഉളുപ്പും ഇതും ഉണ്ടെങ്കിൽ മോഹൻലാൽ പിന്നെ പോയി ചെയ്യോ? ഇയാൾ പോയി ചോദിക്കാൻ പാടില്ല മോഹൻലാലിനോട് നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന്. മോഹൻലാൽ ആട്ടി വിട്ടിട്ടല്ലേ ഉള്ളൂ, അദ്ദേഹം വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേജറെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ കേരളത്തിലുള്ള പ്രേക്ഷകർ അങ്ങനെയാണ്. നിങ്ങൾ ഇനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ശരി, കേരളത്തിലെ ഒരു പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുള്ളവരാണ്. അവര് ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല സിനിമ വിജയിപ്പിക്കുന്നത്. പക്ഷേ അവരെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ നാക്ക് ശരിയാണോ? നിങ്ങളുടെ നാക്ക് ശരിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴൊരു നിർമ്മാതാവിനെ കിട്ടാത്തത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തെറ്റ് മനസ്സിലായത് കൊണ്ടാണ് മല്ലിക സുകുമാരനോട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത്. കാരണം എന്താ? മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ മല്ലിക സുകുമാരൻ്റെ സ്വഭാവം അറിയും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അമ്മയിൽ എന്നെ എടുക്കുന്നില്ല എന്ന്, ഒരാൾ പോലും എടുക്കത്തില്ല. എന്തുകൊണ്ടാ? മേജർ രവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വിടുവായിത്തരങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറയുള്ളൂ. ഏതായാലും മനുഷ്യനാകാൻ നോക്കുക, അതാണ് നല്ലത്. മനുഷ്യനായിട്ട് ഒരു സിനിമയും കൊണ്ടുവരൂ, 4 ആളെ കൊണ്ട് നല്ലത് പറയുക. എന്തിനാണ് ഇങ്ങനെ തെറിവിളി കേൾപ്പിക്കുന്നത്? അതായത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്ട്രോങ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.